സച്ചേട്ടാ, ഞാൻ നിങ്ങൾക്കുള്ള ചായയും കൊണ്ട് അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ആണോ? എന്നാ പിന്നെ അതിങ്ങ് തന്നേക്ക്. സച്ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ഞാൻ പറയുമ്പോ സച്ചേട്ടൻ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയാൻ സച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. ധനുഷിനോട് പറഞ്ഞ കേക്കില്ല. എടുത്ത ചെടി എന്തും ചെയ്യുന്ന സ്വഭാവമാ. നീ കാര്യം പറ. ഞാൻ ആകെ വിഷമത്തില. എന്താ നിന്റെ വിഷമം? സച്ചേട്ടൻ അറിയാലോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മോളെ, നീ എന്തിനാ അത് മാത്രം ഓർത്തിരിക്കുന്നത്? ലോകത്ത് അബോർഷൻ ഉണ്ടാവുന്നത് ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. ദിവസേന ഹോസ്പിറ്റലുകളിൽ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ടെൻഷൻ കൊണ്ടുമൊക്കെ ഇത് സംഭവിക്കാം. ഇപ്പം നഷ്ടപ്പെട്ടതിന് പകരമായി ദൈവം നിങ്ങൾക്ക് ഇനി നല്ല കുഞ്ഞുങ്ങളെ തരും. അതൊക്കെ ശരിയാ. പക്ഷേ ധനുഷിന്റെ കാര്യത്തില് ഇപ്പൊ എന്റെ പേടി മുഴുവൻ. എന്ത് പേടി? ഏട്ടൻ പറഞ്ഞതുപോലെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ നീ കരകയറി വരുന്നതേ ഉള്ളൂ. ഇനി എന്റെ ഭർത്താവിന്റെ കൂടെ നഷ്ടപ്പെടാൻ എനിക്കാവില്ല. നിങ്ങളായിട്ട് ധനുഷിനെ എനിക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അച്ഛനെടുത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ പോയി ചാടുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ സച്ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇല്ല, എനിക്കറിയാം. പക്ഷേ അതിനിടയിലേക്ക് നിങ്ങൾ ധനുഷിനെ വലിച്ചിടരുത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും ധനുഷിനെ വിളിക്കരുത്. എനിക്ക് പേടിയാ. ധനുഷ് കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ആരുമില്ല. നീ പേടിക്കണ്ട. ഇനി ധനുഷിനെ ഞങ്ങൾ ഒരു കാര്യത്തിനും വിളിക്കില്ല. ധനുഷ് നല്ല സ്നേഹമുള്ളവനാ, സഹായിക്കാൻ മനസ്സുള്ളവനാ. അപ്പോൾ ചില കാര്യങ്ങളിൽ ധനുഷ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അത് നിനക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ധനുഷിന് ഞങ്ങൾ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല. ഇനി നിന്റെ ജീവിതത്തിൽ ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ?